ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദുബായ് മല്ലുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് തായ്ലൻഡിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ട്രെയിൻ മാർക്കറ്റിലെ വിശേഷങ്ങളും അവിടേക്കുള്ള യാത്രയിലേക്കുമാണ്. രാവിലെ ഞങ്ങൾ ഒരു ചൂട് കാപ്പിയും കുടിച്ച് ഹോട്ടലിൽ നിന്നും ഇറങ്ങുമ്പോൾ ഞങ്ങളെ കാത്ത് ഞങ്ങളുടെ ടൂർ ഗൈഡ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ലൊരു പുഞ്ചിരിയോടെ ഞങ്ങളെ സ്വാഗതം ചെയ്ത ശേഷം വാനിൽ കയറി ഞങ്ങൾ യാത്ര തുടങ്ങി. പുറത്തേക്ക് നോക്കുമ്പോൾ ബാങ്കോക്കിന്റെ തിരക്കേറിയ റോഡുകളും ഹൈവേയും വഴിയിലൊക്കെ കാണുന്ന ഗ്രാമീണ ജീവിതങ്ങളും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫൈനലി ഞങ്ങളുടെ അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾക്ക് കയറേണ്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. കുട്ടികളെല്ലാം വളരെ എക്സൈറ്റഡ് ആണ്. അങ്ങനെ ചോദ്യങ്ങൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് ഞങ്ങളുടെ ട്രെയിൻ എത്തിച്ചേർന്നിരിക്കുന്നു. ചുവപ്പ് മഞ്ഞ നിറങ്ങളാൽ അലങ്കരിച്ച് വളരെ മനോഹരമായ ഒരു ട്രെയിൻ റെയിൽവേ പാതയിലൂടെ പതിയെ പതിയെ ഞങ്ങളുടെ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു. ട്രെയിൻ വന്നപ്പോഴുള്ള ശബ്ദവും ആവേശവും ആൾക്കാരുടെ കയറുവാനുമുള്ള തിടുക്കവും എല്ലാം വളരെ വിസ്മയകരമായിരുന്നു. അപ്പോൾ നമുക്ക് പോയാലോ? ട്രെയിൻ മെല്ലെ സ്റ്റേഷൻ വിട്ട് മുന്നോട്ട് നീങ്ങി. ജനാലയിലൂടെ ഗ്രാമപ്രദേശങ്ങളും പാടങ്ങളും തെങ്ങുകളും ചെറിയ പുഴകളും അതുപോലെ ചെറിയ ചെറിയ വീടുകളും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം ലൈക്കും ഷെയറും ചെയ്യണേ. വാനിൽ സഞ്ചരിക്കുമ്പോൾ ഞങ്ങളുടെ ടൂർ ഗൈഡ് സമുദ് സംഗ്രാം റെയിൽവേ മാർക്കറ്റിൻ്റെ കഥ പറഞ്ഞു. 19-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ഈ മാർക്കറ്റ് ഇന്നും ലോക്കൽസിനും ടൂറിസ്റ്റുകൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. സാധാരണക്കാർ വെജിറ്റബിൾസ്, ഫിഷ് അതുപോലെ ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ വിൽക്കുന്നുണ്ട്. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ മാർക്കറ്റ് ലിറ്ററലി ട്രെയിൻ പാളത്തിന്മേലാണ് നിൽക്കുന്നത്. യാത്രയുടെ ഏറ്റവും രസകരമായ ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. വേറെ എങ്ങുമല്ല, നമ്മുടെ സമുദ് സംഗ്രാം റെയിൽവേ മാർക്കറ്റ്. നമ്മുടെ ഈ ട്രെയിൻ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഒപ്പം ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. തിരക്കേറിയ മാർക്കറ്റിൽ ട്രാക്കിനരികിൽ നിന്ന് സ്റ്റാളുകളും പഴങ്ങളും പച്ചക്കറികളും എല്ലാം ലൈവ് അനുഭവമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈ യാത്രയിൽ നിന്നും എനിക്കുണ്ടായ ഒരു അനുഭവം, ഒരു ട്രെയിൻ യാത്ര വഴി പോലും പുതിയ സംസ്കാരങ്ങൾ, ജീവിത രീതികൾ അതുപോലെ പ്രകൃതിയുടെ സൗന്ദര്യം എല്ലാം കണ്ടറിയാൻ നമുക്ക് കഴിയും. മാക്ലോങ് റെയിൽവേ ലൈൻ 1905 നിർമ്മിച്ചതാണ്. ബാങ്കോക്കിന് സമീപമുള്ള ഗ്രാമപ്രദേശങ്ങളെ ബന്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചത്. ദിവസവും 8 സർവീസോളം നടത്തുന്ന ട്രെയിൻ അതിൻ്റെ വേഗത എന്ന് പറയുന്നത് 15 കിലോമീറ്റർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിലൂടെ കടന്നു പോകുമ്പോൾ യാത്രക്കാരും വ്യാപാരികളും സുരക്ഷിതരാണ്. റെയിൽവേ മാർക്കറ്റിൽ ഇറങ്ങിയതിന് ശേഷം ടൂർ ഗൈഡ് പറഞ്ഞതുപോലെ ഞങ്ങൾ മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെ നടന്ന് ട്രെയിൻ വരുന്നത് കാണാൻ കഴിയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. ഈ നിൽക്കുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചോ? അവർ കയ്യിൽ ക്യാമറയും പിടിച്ചിട്ട് വരുന്ന ട്രെയിനിനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഈ ട്രെയിൻ മാർക്കറ്റ് നിൽക്കുന്നത് ട്രെയിൻ പാളത്തിന്മേലാണ്. വിൽപ്പനക്കാരുടെ കൈകളിലുള്ള മായാജാലം എന്ന പോലെ ട്രെയിൻ വരുന്ന സമയത്ത് അവർ ഉടനെ സാധനങ്ങൾ ട്രാക്കിൽ നിന്നും എടുത്തു മാറ്റുന്നതും. ഇപ്പോൾ ഞങ്ങൾ മാർക്കറ്റിലൂടെ നടക്കുകയാണ്. എല്ലായിടത്തും തായ് ഭക്ഷണത്തിൻ്റെ സുഗന്ധവും നാട്ടിൻപുറത്തിൻ്റെ സ്നേഹവും നിറഞ്ഞിരിക്കുന്നു. ഒരു പ്രത്യേക അനുഭവം. അപ്പോഴേക്കും ദൂരത്ത് നിന്നും മാക്ലോങ് ട്രെയിൻ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കാത്തിരുന്ന് ആ സമയം വന്നു ചേർന്നിരിക്കുന്നു. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന മാർക്കറ്റിൻ്റെ നടുവിലൂടെയുള്ള ട്രെയിൻ കടന്നു പോകുന്നു. ഒത്തിരി മനോഹരമായ ഒരു ദൃശ്യാനുഭവം. മാർക്കറ്റിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന ഈ ട്രെയിൻ ആണ് ഇവിടെ ലോകസഞ്ചാരികളെ ആകർഷിക്കുന്നത്.
ട്രെയിൻ വളരെ പതുക്കെ കടന്നുപോയി. അതിനകത്ത് ഉണ്ടായിരുന്ന യാത്രക്കാരും വിനോദസഞ്ചാരികളും എല്ലാം വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഒപ്പം ഞങ്ങളും വളരെ സന്തോഷത്തോടെ ആ ഒരു ദൃശ്യം ഞങ്ങളുടെ കണ്ണുകളിലും ക്യാമറകളിലും പകർത്തി. ട്രാക്കിനരികിൽ നിന്നും വളരെ അടുത്തുകൂടി കടന്നു പോകുന്ന ട്രെയിൻ ഒരു വ്യത്യസ്തമായ അനുഭവമാണ് നമുക്ക് നൽകുന്നത്. കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം ട്രെയിൻ കടന്നുപോയി. പിന്നെ മാർക്കറ്റ് പഴയപടി സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു. നമ്മുടെ ട്രെയിൻ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഒപ്പം ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.